എൻ്റെ മോളുടെ കല്യാണമാണ്, പ്രാർത്ഥന ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം എനിക്ക്. ലാലേട്ടൻ വരും. ലാലേട്ടൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ലാലേട്ടൻ്റെ പടം ബറൂസിൻ്റെ റിലീസാണ്. അപ്പോൾ അതിൻ്റെ വർക്കുമായിട്ട് ലാലേട്ടൻ ബോംബെയിലാണ്. ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ഉറപ്പായിട്ടും വിശ്വസ് അറിയിച്ചു, അവർ വിളിച്ച് വിശ്വസ് അറിയിച്ചു. പിന്നെ ഒരു ദിവസം അവരുള്ളപ്പോൾ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും കല്യാണത്തിന് ഉണ്ടാവില്ല. കല്യാണത്തിൻ്റെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ബൈജാൻ്റെ വീട്, കാറ് എല്ലാം വീഡിയോകളിലൂടെ ജനങ്ങൾ എപ്പോഴാണ് അറിയുന്നത് ബൈജു എഴുപൻ എന്ന വ്യക്തി ഒരു ബിസിനസ്മാനാണ്, ഇത്രയധികം ഒരു സാമ്രാജ്യം ഉണ്ടെന്നുള്ളത്. പക്ഷെ കമൻറ്റുകൾ ശ്രദ്ധിച്ചിരുന്നു, വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ, ഈ മനുഷ്യന് ഇത്രത്തോളം ഇതുണ്ടായിരുന്നു, സിംപ്ലിസിറ്റി ഉണ്ടാവും എന്നുള്ളത്. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഇതെല്ലാം എൻ്റെ ഡാഡി വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അത് ഞങ്ങളൊന്നും നശിപ്പിച്ച് കളയാതെ വളരെ ഇത് ചെയ്ത് നോക്കി. ഇപ്പോഴും ഡാഡിയാണ് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ. ഡാഡി തന്നെയാണ് എല്ലാം കൊണ്ടുവന്നത്. ഞങ്ങൾ എങ്ങനെ പോവുകയാണ്, എളിമയിലൂടെ തന്നെയാണ് ഞങ്ങളെ വളർത്തിയതും. എൻ്റെ ഫാദറും അങ്ങനത്തെ, ഫാദറിൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും അപ്പൻ്റെ അനിയന്മാർ എല്ലാവരും അങ്ങനെ ഒരു എളിമയുള്ള ആൾക്കാർ തന്നെയാണ്. അതിൽ നമ്മൾ എന്ത് വന്നാലും നമ്മൾ അഹങ്കരിച്ചാൽ അവിടെ ദൈവം നമുക്കിട്ട് പ്രകൃതിയിലൂടെയും അല്ലാതെയൊക്കെ ഒരുപാട് പേര് നമ്മൾ എങ്ങനെ അങ്ങോട്ട് പതിയെ ഇങ്ങനെ സ്ലോലി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഇനി നാളെ ഏത് സ്റ്റേജ് വന്നാലും ഞാനാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും ഞങ്ങൾ വരുന്ന എല്ലാവരും അങ്ങനെ തന്നെ പോകത്തുള്ളൂ. കാര്യം ഞങ്ങളിതെല്ലാം കണ്ട് അറിഞ്ഞ് എല്ലാം അറിഞ്ഞു വന്ന ആൾക്കാർ. അപ്പോൾ കൂടുതലും ഞങ്ങളോട് കൂടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരൊക്കെ എല്ലാം അങ്ങനെയുള്ള ആൾക്കാരാണ്. നമ്മുടെ ചെമ്മീൻകെട്ടിലാണെങ്കിൽ ഒരുപാട് തൊഴിലാളികളുണ്ട്, തിയേറ്ററിൽ ഒരുപാട് തൊഴിലാളികളുണ്ട്, കമ്പനിയിൽ ഒരുപാട് തൊഴിലാളികളുണ്ട്. അവരൊക്കെ നമ്മൾ വിട്ടു പോകാണ്ട് നിൽക്കണതിൻ്റെ ഒരു കാര്യം, നമ്മളങ്ങനെ ഒരു മുതലാളി തൊഴിലാളി എന്നുള്ള ബന്ധമല്ല, എല്ലാം കൂടപ്പിറപ്പുകളാണ്. എൻ്റെ കൂടെ നടക്കുന്ന എല്ലാവരും സൗഹൃദ ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ അവരുടെ അടുത്ത് ജാടയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്നും എനിക്ക് 35 വർഷമായിട്ടും സിനിമയിൽ ഒരു വർഷം പോലും മാറ്റപ്പെടാണ്ട് എല്ലാ പ്രോജക്റ്റുകളിലും നിൽക്കാൻ പറ്റുന്നത് തന്നെ ഇവരുടെ പ്രാർത്ഥനയും ഈ എല്ലാവരുടെയും സപ്പോർട്ടും മാത്രം കൊണ്ടാണ്. ഓക്കെ, എല്ലാവർക്കും കൂടി ഒരു സെൽഫി.